മനുഷ്യൻ്റെ ഒരു ആവലാതിയാണ് എല്ലാം ഒന്ന് സെറ്റിലായി വന്ന പെട്ടെന്നെല്ലാം തകിടം മറിഞ്ഞു. അല്ലെങ്കിൽ എന്നും ജീവിതത്തിൽ കാർമേഘം മാത്രം. ഈ പരാതിയുമുണ്ട്. ആവലാതിക്ക് ഒരു മറുമരുന്ന് ഉണ്ട്. ബൈബിൾ ഡിലൈറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സൂര്യനു കീഴെ ഓട്ടം വേഗമുള്ളവനോ, യുദ്ധം ശക്തനോ, അപ്പം ജ്ഞാനിക്കോ, ധനം ബുദ്ധിമാനോ, അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എനിക്ക് ഇത്രയും കഴിവുണ്ട്, ഇത്രയും പഠിപ്പുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പുരോഗതി എൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ കർത്താവ് തന്ന മറുപടിയാണിത്. തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കുടുക്കുന്നു. സഭാപ്രസംഗന്റെ ഔലാദിയാണിത്. ഈ ഔലാദിക്ക് ഒരു മറുമരുന്ന് ഉണ്ട്. കഷ്ടകാലത്തിൽ സങ്കീർത്തകൻ നമുക്കൊരു കൂടാര വിരിപ്പുമായി വരുന്നു. കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാലിന്യം രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ വിശ്വസത്തിന് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ വാസം ഉറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെ നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. മാതാവിൻ്റെ പേരിന് മഹത്വം ഉണ്ടായില്ലേ? ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് ഞങ്ങൾ.